ഒരു കസ്റ്റമർ ഒരു വാട്ടർ പ്രൂഫിംഗ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത്? ആക്ച്വലി അതിന് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. ശരിക്കും ഇതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒരു കൺസ്ട്രക്ഷനിൽ എവിടെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഈ വാട്ടർ പ്രൂഫിംഗ് റിക്വയർമെന്റ് ഉള്ളത്, ആഫ്റ്റർ വാട്ടർ പ്രൂഫിംഗ് അവിടെ എന്തൊക്കെ മറ്റുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഒരു ഏരിയയിലേക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് നോക്കുന്നത്. അതുപോലെ തന്നെ ഇനി അതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ബീം കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ മോൾഡ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഡാം ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ. ഡാം ഗാർഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പോളിയൂറത്തിനും കോൾഡ് അപ്ലൈഡ് ബിറ്റുമിനും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന, അതിന്റെ അകത്ത് തന്നെ ഫൈബറിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇത് ശരിക്കും കാപ്പിലറി റൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രതിഭാസത്തെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതുപോലെ എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഒരു വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി അവിടേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിന്റെ ഓരോ ഏരിയയിലേക്കുമുള്ള പ്രോഡക്റ്റുകളെ അല്ലെങ്കിൽ മെത്തേഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.